50,000 രൂപയ്ക്ക് താഴെ സ്കൂള്, ഓഫീസ്, കോളേജ്, ബിസിനസ് എന്നിങ്ങനത്തെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്. നല്ല കുറച്ച് ലാപ്ടോപ്സ് പറഞ്ഞുതരാം, പ്രോസും പറഞ്ഞുതരാം, കോൺസും പറഞ്ഞുതരാം. എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കാം. ഈ 50,000 രൂപയാണെങ്കിലും ഈ കാർഡ് ഓഫേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനും താഴേക്ക് കിട്ടും കേട്ടോ ചില ലാപ്ടോപ്സ്. എന്തായാലും ആദ്യത്തെ ഇത് ഡെല്ലിൻ്റെ ഇൻസ്പിറോൺ 15 51,990 രൂപയുടെ ലാപ്ടോപ്പാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 49,000 റുപ്പീസിനൊക്കെ കിട്ടും. AMD Ryzen 5 പ്രോസസർ, റേഡിയോൺ ഗ്രാഫിക്സ്, 16 GB റാമും 512 GB SSDയും കൂടെ ബിൽഡിൻ ആയിട്ട് ഓഫീസും പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേയും സ്മൂത്ത് ആയിട്ടുള്ളത് വരുന്നുണ്ട്. ബേസിക്കലി ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, അതായത് ഈ ലാപ്ടോപ്പ് മേടിക്കുന്ന സമയത്ത് ഭൂരിഭാഗം ഈ പറഞ്ഞ കാറ്റഗറി ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് കോളേജിൽ ചേരാനായിട്ട് പോയിരിക്കുന്നവർ, അല്ലെങ്കിൽ കോളേജിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ഓഫീസ് യൂസിന് ചെറിയ ചെറിയ ഓഫീസ് യൂസിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് കടയിലേക്ക് വേണ്ടി ഒരു ലാപ്ടോപ്പ് മേടിക്കണം എന്നുള്ളവരുടെ ആവശ്യങ്ങൾ ആക്ച്വലി എല്ലാം ഒരേപോലെ ആയിരിക്കും. കാരണം അവർക്ക് ഹെവി ആയിട്ടുള്ള ഗ്രാഫിക്സിൻ്റെ ആവശ്യവും വരില്ല, ഹെവി ആയിട്ടുള്ള പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യവും വരില്ല. ആൻഡ് ഒബ്വിയസ്ലി കോളേജിലൊക്കെ നിങ്ങളൊരു പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കുവാണെങ്കിൽ ആ ഒരു ബേസിക് ലെവൽ ഓഫ് കോഡിങ് തന്നെ ആയിരിക്കുമല്ലോ. അത് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള മിക്ക ലാപ്ടോപ്സും എല്ലാ പർപ്പസും നിങ്ങൾക്ക് സെർവ് ചെയ്യും. ഈ ഡെൽ ഇൻസ്പിറോൺ 15ൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വളരെ തിൻ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ്. ഈ SSD ഒക്കെ കുത്തി ഉപയോഗിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് Type-C 3.2 Gen 1 പോർട്ട്, C പോർട്ട് കിട്ടും. സോ ഓവറോൾ പെർഫോമൻസ് അല്ലാണ്, ഡിസ്പ്ലേ എന്നുള്ളതാണ്, വാല്യൂ ഫോർ മണിയാണ്. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞ ആ ഒരു Type-C പോർട്ട് SSD കുത്താൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫോൺ പോലെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ ഡീഫോൾട്ട് ഉള്ള സ്പീക്കേഴ്സിന്റെ സൗണ്ട് ക്വാളിറ്റി അത്ര അടിപൊളി ആയിരിക്കില്ല. ഹെഡ്ഫോൺ ഒക്കെ വെച്ച് കേൾക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാറ്ററി ലൈഫ് ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ടുള്ള ഗംഭീര ബാറ്ററി ലൈഫ് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഡെല്ലിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈൻ ഒക്കെ കുറച്ച് പഴഞ്ഞനായിട്ട് തോന്നും ഇപ്പോഴുള്ള പല പുതിയ ലാപ്ടോപ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ലെനോവോയുടെ ഐഡിയാപാഡ് Slim 3 നല്ല ഹെവി ഡിസ്കൗണ്ട് ഞാൻ കണ്ടു കേട്ടോ. 59,000 ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഓഫറിന് ശേഷം 45,000 രൂപയ്ക്ക് കിട്ടും. ഈ ഡിസ്കൗണ്ട് കിട്ടാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ, ഇതിനകത്ത് വരുന്ന ചിപ്പ് ഇന്റലോ AMD ഒന്നും അല്ല, സ്നാപ്ഡ്രാഗൺ X എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. നല്ല ഡിസ്പ്ലേ ആണ്, 15.3 ഇഞ്ചിന്റെ IPS ഡിസ്പ്ലേ ആണ്. LCD-കളിൽ തന്നെ അത്യാവശ്യം മെച്ചപ്പെട്ടത്. സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഓൺ ഡിവൈസിൽ AI ഓടും. ഇപ്പൊ 45 ടോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. നമ്മുടെ ലാപ്ടോപ്പിനകത്ത് തന്നെ ഇന്റർനെറ്റ് ഇല്ലാതെയൊക്കെ നിങ്ങൾ AI ഉപയോഗിക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഡോക്യുമെൻറ്റ്സ് പഠിക്കാനുണ്ട്, അതിനെയൊക്കെ പഠിച്ച് സമ്മറൈസ് ഒക്കെ ചെയ്യണം. പക്ഷേ നെറ്റിൻ്റെ ആവശ്യമില്ലാതെയൊക്കെ ലാപ്ടോപ്പിൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിലൊക്കെയാണ് ഇത് ഉപയോഗം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലാപ്ടോപ്പുകൾ അവർ പറയുന്നത് AI PC എന്നാണ്. അതായത് ഇപ്പോൾ ഈ കോപ്പൈലറ്റ് പ്ലസ് PC, ഫിംഗർ പ്രിന്റ് റീഡർ ഉണ്ട്, Type-C പോർട്ട് ഉണ്ട്, അത് ഡാറ്റ ട്രാൻസ്ഫറിന് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സ്നാപ്ഡ്രാഗൺ പ്രോസസറിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, എന്നാൽ അപാര ബാറ്ററി ലൈഫ് ആയിരിക്കും കേട്ടോ മറ്റ് ഇന്റൽ ആൻഡ് AMD കമ്പയർ ചെയ്യുമ്പോൾ. ഈ പറഞ്ഞ ലാപ്ടോപ്പിൽ ഭൂരിഭാഗം എല്ലാം നല്ല തന്നെയാണ്, എക്സെപ്റ്റ് അവർ ഓൺ ഡിവൈസിലുള്ള സ്പീക്കർ. ലാപ്ടോപ്പിൻ്റെ സ്പീക്കറിൽ നിന്ന് നമ്മൾ അത്രേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ, ബട്ട് സ്റ്റിൽ അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ലെനോവോയിലേക്ക് പോകാൻ താല്പര്യമില്ല, കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ട് ഇപ്പോൾ സാംസങ്ങിൻ്റെ ലാപ്ടോപ്പ് വേണം. ഈ സെയിം സ്പെസിഫിക്കേഷൻ ഉള്ള സാംസങ്ങിന് ഗാലക്സി ബുക്ക് 4 എഡ്ജ് ഉണ്ട്. സെയിം സ്നാപ്ഡ്രാഗൺ X ചിപ്സെറ്റ് ആണ്, കോപ്പൈലറ്റ് ഉണ്ട്. പിന്നെ സാംസങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഗാലക്സി AI ഫീച്ചേഴ്സും കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു സാംസങ് ഫോണാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാംസങ് വാച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇക്കോ സിസ്റ്റം അത് വർക്ക് ചെയ്യും. സ്ലിം ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ കൂടെ വരുന്ന HDMI പോർട്ടിൽ നിങ്ങൾ മോണിറ്റർ കണക്ട് ചെയ്യുമ്പോൾ 4K 60 FPS ഔട്ട്പുട്ട് കിട്ടും. ആൻഡ് ആസ് യൂഷ്വൽ സ്നാപ്ഡ്രാഗൺ X ചിപ്സെറ്റ് ആയതുകൊണ്ട് ബാറ്ററി ലൈഫ് നല്ലതാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയാപാഡിനേക്കാളും ഇതിൻ്റെ സ്പീക്കേഴ്സ് കുറച്ചുകൂടി നല്ലതാണ്. പ്രൈസ് ലേശം അതിനേക്കാളും കൂടുതലാണ്, 67,000 രൂപയാണ്. ബട്ട് ഓഫറിന് ശേഷം 51 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് എ ഫെയർ ഡീൽ. ഇനി എനിക്ക് AMDയും വേണ്ട, ഈ സ്നാപ്ഡ്രാഗണും വേണ്ട, കുറച്ചുകൂടി സേഫർ സൈഡിൽ ഇന്റലിലേക്ക് പോവാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ലാപ്ടോപ്പിനെ ടാബായിട്ട് ഉപയോഗിക്കാൻ, നോട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാനെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനാണ് വിവോ ബുക്ക് S14 ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2025 ഇറങ്ങിയ ലാപ്ടോപ്പ് ഉണ്ട്. അത് ഫ്ലിപ്പ് സ്റ്റൈലാണ്, അതായത് നേരെ തിരിച്ച് മടക്കി കഴിഞ്ഞാൽ ഒരു ടാബ് പോലെ ഉപയോഗിക്കാൻ പറ്റും. i5 13 Gen ചിപ്സെറ്റ് ആണ്, 16 GB റാം, 512 GB റോം ഉണ്ട്. ആൻഡ് മെറ്റാലിക് ആയിട്ടുള്ള ലിഡാണ്. സ്റ്റൈലസ് യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും, ടച്ച് സ്ക്രീനാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ സ്റ്റൈലസ് അതിൻ്റെ കൂടെ വരില്ല, സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ബട്ട് അതിനുള്ള സപ്പോർട്ട് ഉണ്ട്. പിന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് കീബോർഡിൻ്റെ ബാക്ക് സൈഡിൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇരുട്ടത്ത് നിന്നൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ ലൈറ്റ് ഉണ്ട് കീബോർഡ് കാണാൻ. ഡോൾബി ആൻഡ് ഹാർമാൻ ട്യൂൺ ചെയ്തേക്കുന്ന സ്പീക്കേഴ്സ് ആണ്. Type-C 3.2 Gen 2 പോർട്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബാറ്ററി ലൈഫ് കുറച്ച് ശോകമാണ്. സോ ഞാൻ ബാറ്ററി ലൈഫിൽ ചെറിയ വിട്ടുവീഴ്ച ഉണ്ടെങ്കിലും ബാക്കിയുള്ള യൂട്ടിലിറ്റി വൈസ് ദിസ് ഇസ് ഫാർ ബെറ്റർ. ബട്ട് ഓൾമോസ്റ്റ് 63,000 റുപ്പീസ് ആണ്. ഓഫറിന് ശേഷം അറൗണ്ട് 55,000 സംതിങ്ങിനാണ് കിട്ടുന്നത്. എന്നാൽ എനിക്ക് ഫ്ലിപ്പ് പരിപാടിയൊന്നും വേണ്ട, പക്ഷേ റഫ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ ഉണ്ടെങ്കിൽ അസൂസിൻ്റെ പുതിയ ഇറങ്ങിയിരിക്കുന്ന വിവോ ബുക്ക് P1 ഉണ്ട്. P1 Core 5 വരുന്നത്. യെസ്, ഫിംഗർ പ്രിന്റ് സംഭവമൊക്കെ ഉണ്ട്. എന്നാൽ ഈ ലാപ്ടോപ്പിൻ്റെ കീബോർഡിലേക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒഴിക്കുവാണെങ്കിൽ, വെള്ളമൊക്കെ വീഴുവാണെങ്കിൽ അതൊന്നും അകത്തേക്ക് കയറില്ല. മെറ്റാലിക് ആയിട്ടുള്ള
കവറിംഗ് ഒക്കെ ഉണ്ട്. ഫുൾ HD പ്ലസ് ആയിട്ടുള്ള IPS ഡിസ്പ്ലേ ആണ് വിത്ത് ആന്റി ഗ്ലെയർ കോട്ടിംഗ്. ആൻഡ് അവർ പറയുന്നത് ഈ ലാപ്ടോപ്പ് വെച്ചിട്ട് അതിന്റെ മേളിൽ 25 കിലോ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും ലാപ്ടോപ്പിനൊന്നും പറ്റില്ല എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ റഫ് യൂസിന് നിങ്ങൾ നോക്കുവാണെങ്കിൽ വിത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രീ ഇൻസ്റ്റാൾഡ് വരുന്നുണ്ട്. ബട്ട് ചെറിയ ചെറിയ കോംപ്രമൈസുകൾ ഉണ്ട്. ഒബ്വിയസ്ലി ബാറ്ററി ലൈഫ് കുറവാണ് ആൻഡ് ഇതിന്റെ ഡയറാക്ട് സപ്പോർട്ടുള്ള സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിലും സൗണ്ട് ക്വാളിറ്റി ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഐ മീൻ ഇയർഫോൺ വെച്ച് കേൾക്കുവാണെങ്കിൽ നല്ലതാട്ടോ, കാരണം ഡയറാക്ട് ഉള്ളത്. ബട്ട് ഡീഫോൾട്ട് ഉള്ള സ്പീക്കേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് പൊതുവേ നമ്മൾ ലാപ്ടോപ്സിൽ ഈ മാക് ബുക്കുകൾ ഒഴികെയുള്ള ലാപ്ടോപ്പുകളിലെല്ലാം ആവറേജ് സൗണ്ട് ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. 59,000 രൂപയുടെ ലാപ്ടോപ്പാണ് 55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ എനിക്ക് ഫാൻസി ആയിട്ടുള്ള സ്റ്റൈലസും തിരിച്ചും മറിച്ചും മടക്കുന്നതും വേണ്ട, 25 കിലോ കൊണ്ട് വെക്കുന്നതും വേണ്ട, ഒരു ഓൾറൗണ്ടർ നല്ലൊരു ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഏസറിന്റെ ആസ്പയർ 14 നല്ലൊരു ഓപ്ഷനാണ്. കാരണം പെർഫോമൻസ് വൈസ് ഇന്റലിന്റെ കോർ i7 ചിപ്സെറ്റ്, അതിന്റെ കൂടെ നല്ല IPS ഡിസ്പ്ലേ, ബാക്ക് ലിറ്റ് കീബോർഡ്, 180 ഡിഗ്രി വരെ മടക്കാൻ പറ്റും, 16 GB റാം, 512 GB സ്റ്റോറേജ്, ഓഫീസ് കൂടെ വരുന്നുണ്ട്. ആൻഡ് ചൂടാകുമോ എന്നുള്ള സംശയത്തിന് ഇതിനകത്ത് ഡ്യുവൽ 2 ഫാനുകൾ വരുന്നുണ്ട് തണുപ്പിക്കാൻ. ഡയറക്ട് ട്രാൻസ്ഫർ മാത്രം ചെയ്യാൻ പറ്റുന്ന Type-C പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും Type-C പോർട്ട് ഉള്ള കാര്യം നല്ലതാണ്. ആൻഡ് ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ ഇത് എല്ലാ സെഗ്മെന്റിലും, അതായത് ഡിസ്പ്ലേ ആയിക്കോട്ടെ, ബാറ്ററി ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, സ്പീക്കേഴ്സ് ആയിക്കോട്ടെ, ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ, എല്ലാം ആവറേജ് ഓൾമോസ്റ്റ് ഒരു 4 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ്. ദാറ്റ് ടു 59,000 ലാപ്ടോപ്പ് ഇപ്പോൾ 54,000 പ്രൈസിൽ കിട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഏറ്റവും നല്ലതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി OLED ഡിസ്പ്ലേയുടെ അത്രയും ഒരു ഭംഗി വേറെ ഒരു ഡിസ്പ്ലേക്കും വരില്ല, IPS LCD-ക്കൊന്നും വരില്ല. അവിടെ ഏസറിന്റെ സ്വിഫ്റ്റ് നിയോ എന്ന് പറഞ്ഞ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അത് OLED ഡിസ്പ്ലേ ആണ്, 2 Type-C പോർട്ട് ഉണ്ട്. കോർ അൾട്രാ പ്രോസറിലാണ് വരുന്നത്. ഇതിനെയും അവർ AI PC എന്ന് തന്നെയാണ് വിളിക്കുന്നത്, കാരണം അവർ കോർ അൾട്രാ സീരീസിലേക്ക് മാറിയുണ്ട്. 100% sRGB ഉള്ള ഡിസ്പ്ലേ ആണ്. സോ കളേഴ്സിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. മെറ്റാലിക് ആയിട്ടുള്ള ഷാസി ആണെങ്കിലും വളരെ തിന്നാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, 1.3 kg മാത്രമാണുള്ളത്. പക്ഷേ അഗൈൻ തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ സ്പീക്കർ ചെറുതായിരിക്കും. സോ സ്പീക്കർ പെർഫോമൻസസ് കമ്പാരിറ്റീവ്ലി അത് മാത്രമാണ് കുറച്ച് ഷോക്കും. ബാറ്ററി ബാക്കപ്പ് ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആണ്. പക്ഷേ ഹെവി ആയിട്ടുള്ള ഡിസ്കൗണ്ട് ഒന്നുമില്ല. 59,000 58,000 എന്താണ് കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഡീസൻറ്റ് ബൈ. ഈ പറഞ്ഞ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഓഫറിൽ മേടിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള കുറച്ച് ഡിവൈസുകൾ. ആൻഡ് കൂടുതൽ ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.